നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ എൻജിയുടെ അനാലിസിസിലേക്കും ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാതാണ് സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി പെർഫോം ചെയ്ത് സൂപ്പർ അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ 2-3 വീഡിയോസ് റെഗുലർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റ് ബോട്ടം ഔട്ട് ആവാൻ പോവാണ്. ലാസ്റ്റ് ലെഗ് ഫാൾ ഓർ പാനിക് ഫാൾ ലാസ്റ്റാണ് ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്മളിന്ന് ഷെയർ ചെയ്തായിരുന്നു. ലാസ്റ്റിൻ്റെ വീഡിയോ ഇന്നലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് അതിന് മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞത് 1 2 3 4 5 കറക്ഷൻ കംപ്ലീറ്റ്ലി ആണ്. ആൻഡ് ദെൻ മാർക്കറ്റ് ഇപ്പോൾ സ്ട്രക്ചർ ഇനി മേളിലേക്ക് നോക്കും. പെർഫെക്റ്റ്ലി എന്ന് പറയാം. ഒന്നുകൂടി താഴേക്ക് ഈ ഒരു ടാഗിലല്ലേ, ഈ എൻ്റെ ടാഗിൽ ഒന്നുകൂടി താഴേക്ക് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് നല്ലൊരു പെർഫോം ചെയ്തു തന്നെ. ഓക്കെ, ബട്ട് ഇത് ശരിക്കും വലിച്ചു കൊണ്ടുപോയ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ട ഇങ്ങനെ പോയത് എങ്ങനെയാണെന്ന് ആകെ ഒരു സ്ട്രക്ചർ ഒരു പെർഫെക്റ്റ്ലി മൂവ് കിട്ടിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് പ്രൈസ് എന്തായാലും പോയി മുകളിലേക്ക്. റീസൺ എന്തായിരുന്നു? പെർഫെക്റ്റ്ലി നമ്മുടെ ലാസ്റ്റ് 2-3 വീഡിയോസിൽ ഞാൻ പ്രോപ്പർലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ABC സ്ട്രക്ചറുടെ ഈ ഫോളാണ്. ആൻഡ് ദെൻ ഇവിടെ എക്സാക്ട്ലി നോക്കുക 100% റേഷ്യോ ഉണ്ട്. 100% റേഷ്യോ ഇവിടെ വന്ന് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കി, ആൻറ്റിലർ പാറ്റേൺ ഫോം ചെയ്തു. ആൻഡ് ദെൻ പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോയി. ഇതാണ് നമ്മുടെ നിഫ്റ്റി. ഓക്കെ, ആൻഡ് അതിന് മുന്നേ പിന്നെ ഞാൻ പറഞ്ഞ പ്രൈസ് 24,050 അപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ബുള്ളിഷ് ലിസ്റ്റിലേക്ക് മാറും. ആൻഡ് ദെൻ ഗ്യാപ്പ് അപ്പായി ആൻഡ് ദെൻ താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് എന്താണ്? അതേല്ലേ നമുക്ക് പറയാനുള്ളത്, റൈറ്റ്? നെക്സ്റ്റ് എന്താണ്? ഈ ലെവൽസ് എല്ലാം തീർന്നു. ഇനി സപ്പോർട്ട് ഷിഫ്റ്റായി ഇതിലേക്ക്. ഓക്കെ, ഐ തിങ്ക് ഇനി ABC കറക്ഷൻ തീർന്നു എന്നാണ് ആസ് പെർ മീ. ബട്ട് ഇനി പറയാൻ പറ്റില്ല, മാർക്കറ്റാണോ അത് സ്ട്രക്ചറാണ് നമുക്ക് റീഡ് ചെയ്യാനുള്ളത്. ഇനി മുകളിലേക്ക് പ്രൈസ് ഇപ്പോൾ പോകുന്നത് ഈ പ്രൈസ് കൊണ്ടുവന്ന് ഇത് ഐ തിങ്ക് ഇത് 1, ഇത് 2, 3, 4 ആൻഡ് 5ത്തിലേക്കാണ് ഇപ്പോൾ പ്രൈസ് ഓൺ ഗോയിങ്. 5ത്തിലാണ് ആൻഡ് ഈ ലെഗിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കുക. ഈ ലെഗിന് പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ് മാർക്കറ്റ് 81.20%. നാളെ ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി പ്രൈസ് ഇതിൻ്റെ അഭാവമാണെങ്കിൽ മാത്രമേ പ്രൈസ് ബുള്ളിഷ്നെസ് കാണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബുക്കിംഗ് ഇവിടെ വരെ മേ ബി വീണ്ടും താഴേക്ക് വീണ്ടും ന്യൂ ലെഗിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇതിൻ്റെ അഭാവം പ്രൈസ് പോയില്ല. ഇപ്പോൾ 5th തന്നെ ബുള്ളിഷാണ്. നോ വ്യൂ ചിലപ്പോൾ ഗ്യാപ്പ് ആവും. ഇതിൻ്റെ അബവ് ഗ്യാപ്പ് ആണെങ്കിൽ പ്രൈസ് 5th തന്നെ എക്സ്റ്റൻഷനിൽ പോകും. 5th തന്നെ എക്സ്റ്റൻഷനിൽ പോകും. 5th ലെവൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ലെവൽസ് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കണ്ട പെർഫെക്റ്റ്ലി 127 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 161 ഇനി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് എക്സാക്ട്ലി പെർഫെക്റ്റ് ഇങ്ങനെ മൂവ് കിട്ടാൻ പോകുന്നില്ല. സ്കാൽപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ, ഹോൾഡ് ചെയ്ത പണിയായിരിക്കുള്ളൂ. സോ അങ്ങനെ വേണം ഇത് പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി ബിയറിഷ്നെസ് ഈ ലെവലിൻ്റെ ബിലോ ആണെങ്കിൽ ബിയറിഷ്നെസ് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഫർദർ ബിയറിഷ്നെസ് തുടങ്ങും. ആ ബിയറിഷ്നെസ് എന്തായിരിക്കും? 1 2 3 4 5 ഫുൾ 1 ഡിഗ്രി കംപ്ലീറ്റ് 2nd ഡിഗ്രിയുടെ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, 2nd ഡിഗ്രി ഈ ഫുൾ ലെഗിൻ്റെ 2nd ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? ഐ ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവും. സോ പ്ലീസ് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും തമ്പ് അല്ലെങ്കിൽ ഹേർട്ട് എന്തെങ്കിലും ചെയ്യുന്നു മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യുക. ഓക്കെ, സോ ഞാനിത് റെഡി ചെയ്യണത് ഇതിന് 1 2 ഇത് ഫുൾ 3 4 ആൻഡ് 5 ഇയേഴ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. 1 2 3 4 ആൻഡ് 5. ഓക്കെ, ഇങ്ങനെ ഇത് റെഡി ചെയ്യുക. സോ ഡിഗ്രി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇൻറ്റർണൽ മൂവ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് പ്രൈസ് എക്സ്റ്റൻഷനിൽ പോകേണ്ടതാണ്. 1 2 3 4 5 അങ്ങനെ പ്രൈസ് മേ ബി ചാൻസസ് ഉണ്ട് എക്സ്റ്റൻഷനിൽ പോകും. ഓക്കെ, നോക്കാം നമുക്ക് നാളെ എങ്ങനെ സിറ്റുവേഷൻ. ബട്ട് ശ്രദ്ധിക്കുക, ഈ ലെവൽ ബ്രേക്ക് ചെയ്തത് ഇങ്ങനെ, ഇതിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് പിന്നെ ഇതൊക്കെ സപ്പോർട്ട്സാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. കൂടുതൽ ബിയറിഷ്നെസ് ഇപ്പോൾ ഇല്ല, ബിയറിഷ് ഇപ്പോൾ കൂടുതൽ കാണുന്നില്ല. ബട്ട് നോക്കിയിട്ട് എല്ലാം അതനുസരിച്ച് വേണം പ്രേ ചെയ്യാൻ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇന്നലെ ഞാൻ ബിസി അല്ല ആക്ച്വലി ഞാൻ വീഡിയോ ഹാഫ് ഉണ്ടാക്കിയായിരുന്നു. അതിങ്ങനെ ഒരു ബിസിയായി, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാത്രി ഞാൻ ഓർത്ത് അയ്യോ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു, പക്ഷേ അത് ഹാഫ് വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ അവോയ്ഡ് ചെയ്തു കേട്ടോ. എനിവേ എന്തായാലും നമുക്ക് നാളെ അത്രയ്ക്ക് ബിസി അല്ല എന്നാലും ഓക്കെ. യെസ്, ഇനി ഇതിൻ്റെ ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ താഴത്തെ ലെവൽസ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇത് ഇങ്ങനെ. യെസ്, ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ 4th ലെവൽസ് ഇങ്ങനെ ചെക്ക് ചെയ്യാനാണെങ്കിൽ. കൂടുതൽ ഇതിനകത്ത് എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ ക്രൂഡ് ഓയിൽ എൻ്റെ ലൈൻ പാറ്റേൺ ആണ്. ബട്ട് സപ്പോർട്ട് ഫൈൻഡ് ചെയ്യണമെന്നുള്ളൂ. സമയമെടുക്കും റിവേഴ്സൽ തരാനൊക്കെ, ഈസി അല്ല. ട്രാപ്പ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഇത് സപ്പോർട്ട്സ് ലെവൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എൻജിയിൽ പോകാം. എൻജി പെർഫെക്റ്റ്ലി കണ്ട. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് താഴേക്ക് വരുന്നു ആൻഡ് വീണ്ടും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത്. ഇനി
ഇനി എന്താണ് ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ഓൾമോസ്റ്റ് ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ABCDE ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആസ് ഫോർ മീ. ഇനി ട്രയാങ്കിൾ ഹോൾഡ് ചെയ്തിട്ട് റിവേഴ്സൽ തരുവാണെങ്കിൽ, റിവേഴ്സൽ തിരിച്ച് തരുവാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകും, ബ്രേക്ക് ഔട്ട് തരും. ബ്രേക്ക് ഔട്ടിൽ പിന്നെ അതിൻ്റെ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും? ഈ ലെഗിൻ്റെ 127% കേട്ടോ. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫോൺ ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഓൺലി ഫോൺ ലേണിംഗ് ആണ്. സോ അതനുസരിച്ചാണ് എല്ലാവരും ട്രേഡ് ചെയ്യാൻ ലിറ്റ് ഫ്യൂച്ചറി ബേസ്ഡിലാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഓൺലി. ഓക്കെ, സോ ഇതിൻ്റെ ടാർഗറ്റ് എന്തായിരിക്കും? 127.20% ഇതായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, അത് നമ്മൾ റെഡ് ആക്കി മാറ്റി. സോ ഈ ചാനൽ ഈ ട്രയാങ്കിളുടെ ഈ ലോവർ പാർട്ട് ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, റിവേഴ്സൽ തരുവാണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. ടാർഗറ്റ് അതായിരിക്കുള്ളൂ. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ദെൻ ഫുൾ ഡൗൺ സൈഡ് കിട്ടും. പക്ഷേ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല ആസ് പെർ റൂൾ. പറയാൻ പറ്റില്ല, എന്തെങ്കിലും ബാഡ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിയായിരിക്കും, റിസ്ക് ആയിരിക്കും. ബാഡ് ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ സംടൈംസ് ഞാൻ അങ്ങനെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നു, നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ആയി പ്രൈസ് താഴിക്കുക. സോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ലൈവ് മാർക്കറ്റേ ചെയ്യാവുള്ളൂ. റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ മാത്രമേ SL വെച്ചിട്ട് പ്ലേ ചെയ്യണം കേട്ടോ. സൂക്ഷിക്കുക. ട്രയാങ്കിളാണ്, റൂളാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും എല്ലാവരും കൂടി കമൻറ്റ് എന്തെങ്കിലും ചെയ്യണം. അത് അപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ ഓൾറെഡി ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റി നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി പെർ റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡയഗണൽ പാറ്റേണിൽ കഴിഞ്ഞ് ഇതെന്ത് സ്ലോ മൂവാണ്. ബാങ്ക് നിഫ്റ്റി ഫാസ്റ്റ് മൂവാണ് വേണമായിരുന്നു എനിക്ക്. റീസൺ എന്താ വെച്ചാൽ ABC കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഫാസ്റ്റ് മൂവാണ് വേണ്ടത്. ഇത് സ്ലോ മൂവാണെങ്കിൽ ഐ തിങ്ക് മാർക്കറ്റ് കുറച്ച് പണി തരും എന്ന് വെച്ചാൽ ഇത് A പോയ ബൗൺസ് B and C അങ്ങനെയാണ് ഇത്. ബട്ട് സിയുടെ അകത്തും 5 മൂവ്സ് നോക്കുകയാണെങ്കിൽ അതും കംപ്ലീറ്റ് ആണല്ലോ. 1 2 3 4 and 5 കംപ്ലീറ്റ് ആയിട്ടില്ല. സോ സിയുടെ അകത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഐ തിങ്ക്. ഓക്കെ, സിയുടെ അകത്താണ് ഞാനിത് ഡിലീറ്റ് ചെയ്യട്ടെ. സിയുടെ അകത്ത് ഇത് 1, ഇത് 2, ഇത് 3, 4th ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഒരു ലോ. ഇവിടെ വരെ വരുമോ, താഴെ വരുമോ, എവിടെ വരെ വരുമെന്ന് ആ ഒരു ലോ നമുക്ക് നോക്കണം. ഓക്കെ, സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി. സോ കെയർഫുൾ വേണം ബാങ്ക് നിഫ്റ്റി. ഇതിൻ്റെ അഭാവം മാത്രമേ സ്മോൾ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ആണ്, ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ആണ്. ഓക്കെ, നാളെ ഓപ്പണിംഗ് എവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് മേ ബി ആവാം. സോ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറുവാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യാം. മിനിമം ഫോളാണ് 61.80% ഐ തിങ്ക്. എന്താണ് ഇത്ര വരെ വന്നിട്ട് പിന്നെ തിരിച്ച് കയറുവാണെങ്കിൽ വരിക. ഓർ ഈ 58,400 അബവ് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം ഫോർ ഫർദർ അപ്പ് ബുള്ളിഷ് മൂവ്. ഓക്കെ, അത് നോക്കുക എങ്ങനെയാണ് നാളെ മൂവ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സെൻസെക്സ് പോകാം. ഞാനിത് ഷെയർ ചെയ്യുന്ന ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. പ്ലീസ് ലേൺ ചെയ്യാനാണ് സ്ട്രാറ്റജി. ആ ബേസിൽ എല്ലാവരും കൂടി ട്രേഡ് എടുക്കുക കേട്ടോ. സെൻസെക്സ് ഓക്കെ ഗുഡ്. സെൻസെക്സിൻ്റെ മൂവ്, സെൻസെക്സിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ഇവിടെ ഷിഫ്റ്റായി ആൻഡ് 1 2 3 4 5 ആയിട്ട് നിഫ്റ്റിയുടെ പോലെ തന്നെ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ എക്സാക്ട്ലി 81.23% ഇവിടെ നിന്നാണ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ട എല്ലാ ഇൻഡെക്സസിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ. ബട്ട് യെസ്, ടഫാണ്, ഈസി അല്ല. സ്ലോലി അത് നിങ്ങൾക്ക് പിടികിട്ടും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എങ്ങനെ ഷെയർ ചെയ്യണോ അതുപോലെ തന്നെ എല്ലാവരും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സ്റ്റോക്സിൽ നമുക്ക് കുറച്ചുകൂടി ഗുഡ് പെർഫോമൻസ് നമുക്ക് കിട്ടും ഇൻ ബിഗർ ടൈം ഫ്രെയിം. ഓക്കെ, സോ അതിൻ്റെ റിവാർഡ് നമുക്ക് ബെറ്റർ കിട്ടും. സെൻസെക്സ് കഴിഞ്ഞ് നിഫ്റ്റി മിഡ് ക്യാപ്സിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് ഈ ഒരു പൊസിഷൻ്റെ ബ്രേക്ക് തന്നിട്ടുണ്ട് ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഇവിടെ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു തരാമല്ലോ, അതിൻ്റെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട് ബിഗർ ടൈം ഫ്രെയിമിൽ. ഐ തിങ്ക് ഇത് ബ്രേക്ക് ഔട്ട് തരുന്ന മുന്നേ ഒന്നുകൂടി താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് വരികയാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ട്രെൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. സോ
മേ ബി ഇത് വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് വരുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ ആൻഡ് പെർഫോമൻസ് തരാനുള്ള ചാൻസസ് ഇതിനായിട്ടുണ്ടാകും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.